നിക്ക് മോളെ, നിക്ക്, ഓടല്ലേ. അവസാനമായി പറയുക, ഈ കലിയുഗരമ്പ് ആഗ്രഹിച്ചത് അപ്പൊ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ചെറിയ കടലാസിലൊന്ന് ഒപ്പുവെക്കാൻ പറഞ്ഞതിന് നിനക്കെന്താടാ ഇത്രയേറെ ആലോചിക്കാനുള്ളത്? അത് 10 കോടിയുടെ ആസ്തിയാ. 10 ലക്ഷത്തിന്റെ വില വയ്ക്കുന്നത് ഒട്ടും ധർമ്മമല്ല. നിന്റെ ജീവന് 10 കോടിയാണോടാ വില? പറയടാ. ചേട്ടനെ പോലെ വിലപ്പെട്ടത്. പ്രാണനെടുക്കാനുള്ള അവകാശം എനിക്കാണുള്ളത്, എനിക്ക് മാത്രം. ഈ ബുദ്ധി നേരത്തെ ഉദിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയേനെ. എടാ മണ്ട ശിരോമണി. ജയ് ദുർഗ. എന്റെ ഭർത്താവ് പൗരുഷമുള്ളവനാ. ചേച്ചി പറയടാ, പോയ കാര്യം എന്തായി? അത് ചേച്ചി, വീര അവനോട് നീ എന്റെ അനിയനാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു ചേച്ചി. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ? ചേച്ചി, വീര നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരനല്ല. എന്റെ മുമ്പിൽ വെച്ച് എതിരാളിയെ പ്രശംസിച്ച കഴുത്ത് വെട്ടിക്കളയും ഞാൻ, മറക്കണ്ട. അവൻ എന്റെ അനിയന്റെ കണ്ണിൽ രക്തം കാണിച്ചു വിട്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിലെ ആനന്ദം കാണണം എനിക്ക്. പക വീട്ട്. എന്തിനും സമയം വരണമല്ലോ. നീ മോഹിച്ച ഭൂമി നിനക്ക് വാങ്ങി തന്നിരിക്കും ഞാൻ. ഏതവൻ എതിര് വന്നാലും പൊളിച്ചടുക്കും ഞാൻ. പിറവി തൊട്ടേ എന്റെ കണ്ണ് ആ സദാശിവപുരത്ത് മാത്രമാണ്. ഹലോ, ആരാണ്? സത്യയുടെ ഫോൺ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, ആദ്യം ചേട്ടൻ എന്നിട്ട് ഞാൻ. സുഖാനോടി? കക്ഷി ലൈനിലേക്ക് വന്നോ? ഞാൻ അവളെ കളിപ്പിക്കല്ല, അവൾ എന്നെ ഇട്ട് വട്ട് കളിപ്പിക്ക. അങ്ങനെ അവളോട് ജയിക്കാന്നൊന്നും ചേട്ടൻ വിചാരിക്കണ്ട. പിന്നെന്താ, ഗുസ്തി മത്സരം നടത്തി ജയിക്കണമെന്നാ? ഗുസ്തി ആണെങ്കിൽ ഗുസ്തി തന്നെ വേണ്ടിവരും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞു തരാം ഞാൻ. അതിലൊരു റോസാപ്പൂ വെച്ച് ചേട്ടൻ കൊടുത്തു നോക്ക്. റോസാപ്പൂ എന്തിനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്നേ. ഓഹോ, എടാ പൊട്ടാസേ, എടാ പെങ്ങള് ലവ് ലെറ്റർ പറഞ്ഞു തരാന്ന് പറയുന്നു, നീ എഴുതിക്കോ. ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാ അവൾ എന്റെ പുറകെ വരുമെന്ന പെങ്ങള് പറയുന്നേ. എഴുതിക്കോ. ലവ് ലെറ്ററിന്റെ കാര്യല്ലേ? ഒരു അക്ഷരം പോലും തെറ്റിച്ചേക്കരുത്. തെറ്റിക്കാനാ ഞാനാ വേറെ ആളെ നോക്കണം. പറഞ്ഞോളട്ടോ.